നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ പാക്കാണിത്. ആഴ്ചയിൽ ഒരിക്കലും നമ്മളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 21 ആണ് ഇന്ന്. ഡേ 19 നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ പാക്കായിട്ടും ഷാമ്പു ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ മുടി നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു നമ്മൾ ഡേ 19 ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ തലയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരുന്നത് മുട്ടയാണ്. അപ്പം മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കാൻ മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ നമുക്കൊരു 2 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, അതിന്റെ വെള്ള മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ മുടിക്ക് നല്ല സ്മെല്ലായിരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ മഞ്ഞ എടുക്കാത്തത്. ഇപ്പോൾ വെള്ള മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ മുടിക്ക് അങ്ങനെ സ്മെല്ലൊന്നും വരില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ മഞ്ഞ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുടിക്ക് ലെങ്ത് കൂടിയവരാണെങ്കിൽ നമ്മൾ എന്തായാലും 2 മുട്ടയെങ്കിലും എടുക്കണം. എനിക്കിപ്പോൾ ഒരു മുട്ട തന്നെ മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു 3 ടീസ്പൂൺ തൈര് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നമ്മുടെ തൈര് സഹായിക്കും. അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ തന്നെ നമ്മളൊരു 3 സ്പൂൺ തൈര് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡായി വരില്ല. അതുകൊണ്ട് നമുക്ക് ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് അതിലുള്ള സ്മെല്ല് കൂടി ഇല്ലാതാകുന്നതാണ്. പിന്നെ ഇന്ന് നമ്മുടെ പാക്ക് നല്ല ലിക്വിഡ് ഫോമിലാണ്. പിന്നെ ഇന്ന് നമ്മുടെ പാക്ക് നമ്മൾ അരിച്ചെടുക്കുന്നൊന്നുമില്ല, അതിന്റെ കാര്യമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ പാക്കാണിത്. ഇത് ആഴ്ചയിൽ ഒരു തവണ തേച്ചാൽ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാക്ക് നമ്മുടെ മുടിയിൽ ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിലെ ജട മുഴുവൻ നന്നായിട്ട് കളഞ്ഞെടുക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാമ്പു ആയിരുന്നല്ല യൂസ് ചെയ്തത്. നമ്മളിപ്പോൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഷൈനിങ് നമ്മുടെ മുടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുടിയിലെ ഓയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ നമുക്ക് ധൈര്യമായിട്ട് മുടിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പാക്ക് നമ്മുടെ ഹെയറിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഡേ 19 നമ്മളായിട്ട് ഷാമ്പൂവിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് ഉള്ളു വെച്ച പോലെ കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓയിൽ തേക്കാൻ തോന്നുന്നേ ഇല്ല. എന്ന് കരുതി നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ഓയിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം തൈര് നമ്മൾ പാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി ഒട്ടും ഡ്രൈ ആയി പോകുകയൊന്നുമില്ല. മുടി കൊണ്ടുള്ള അല്പം പട്ടിഷോയാണ്, ആരും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മുടെ പാക്ക് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്കാൽപ്പിലാണ് നന്നായിട്ട് പാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മുടിയിൽ പ്രത്യേകിച്ച് തേക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ പാക്ക് ഇന്ന് ഓൾറെഡി ലിക്വിഡ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ മുടിയിലും നന്നായിട്ട് ആയിക്കോളും. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ അവസാനം നമ്മൾ മുടി നന്നായിട്ട് പിഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലെ എൻഡ് വരെ നമ്മുടെ ഈ പാക്ക് വന്നോളും. അപ്പോൾ ഞാൻ മുടി മുന്നോട്ടിട്ടിട്ട് പാക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ തൈര് അത്യാവശ്യം തണുപ്പുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പാക്കുകളൊന്നും ഒരുപാട് നേരം മുടിയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മുടിക്കും മുട്ടയെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയെ ഹെൽത്തി ആക്കി വെക്കാനും നമ്മുടെ മുട്ട സഹായിക്കും. പിന്നെ ചിലരൊക്കെ മുട്ട മുഴുവനായിട്ടും എടുക്കുന്നത് കാണാം. എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മഞ്ഞയും കൂടി എടുക്കുമ്പോൾ മുടിക്ക് നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് വെള്ള എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് നമ്മുടെ മുടിയിലെ വളർച്ചയെ വളരെ അധികം സഹായിക്കുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് ആതിര. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാണെങ്കിലും എൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഫീഡ്ബാക്ക് എല്ലാം കമന്റിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്തത്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാക്കാണ് ഇന്ന്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിൽ നന്നായിട്ട് പാക്ക് ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മുടി നന്നായിട്ട് കെട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള പാക്ക് ആയതിനാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് വേറൊന്നും ഇല്ല, നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മാത്രം മതി. അടുത്ത ദിവസം കാണാം. ടാറ്റാ.